ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സമയവും അതുപോലെ തന്നെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ച് ഹാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഫോണിലായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഫോണിന് വന്നാൽ നമുക്ക് വിഷമമായിരിക്കും അല്ലേ. ചില സമയത്ത് അബദ്ധത്തിൽ നമ്മൾ ഫോൺ കൊണ്ടുപോയി നനവുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് വെക്കും, അല്ലെങ്കിൽ നനവുള്ള കൈ കൊണ്ട് പെട്ടെന്ന് ഫോൺ എടുക്കുമ്പോൾ ഫോണിൻ്റെ സ്പീക്കർ ഈ കാണുന്നതാണ്, ഈ 4-5 ഡോട്ട്സ്. അവിടെ ചെറുതായിട്ട് നനവ് പറ്റി കഴിയുമ്പോൾ ഫോണിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ ഭയങ്കര പരുപരുത്തതായിരിക്കും. അത് മാറ്റാനുള്ള ഒരു ഈസി ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. യൂട്യൂബിൽ പോയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ സെർച്ച് ചെയ്യാം, ഫോൺ സ്പീക്കർ വാട്ടർ റിമൂവർ എന്ന്. അപ്പം നല്ല വീഡിയോസ് കുറേ വരും. അതിൽ ഏതെങ്കിലും ഒരു നല്ല വ്യൂ ഉള്ള വീഡിയോ ക്ലിക്ക് ചെയ്യുക, ഫുൾ വോളിയത്തിൽ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുക. ഓക്കെ, പ്ലേ ചെയ്ത് വെക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേകതരം ശബ്ദങ്ങൾ വരും. ഈ സൗണ്ട് കൊണ്ട് സ്പീക്കറിൽ വീഴുന്നിരിക്കുന്ന കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ തെറിച്ചു പോകും. ഒരു തവണ വീഡിയോ വെച്ചു എന്ന് വെച്ചിട്ട് പെട്ടെന്ന് വെള്ളം പോവില്ല. ചിലപ്പോൾ 2-3 തവണ ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് വെള്ളം തെറിച്ചു പോവുകയും സ്പീക്കർ നന്നായി ക്ലിയർ ആവും. ചെറുതായിട്ടൊക്കെ വെള്ളമായാലാണ് ഇത് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റുക. വലിയ കംപ്ലയിൻറ്റ്സ് നമുക്ക് ഇത് വെച്ച് തീർക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ ഫോൺ വെള്ളം വരാതെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പൗച്ചാണ്. വളരെ നിസ്സാര വിലയതിന് വരുന്നുള്ളൂ. നമുക്ക് ഒരു പാക്കിൽ 3 എണ്ണമൊക്കെ ആയിട്ട് വരുന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. ഇതൊരെണ്ണം നമ്മൾ വാങ്ങി വെച്ചാൽ നമ്മുടെ ഫോൺ അതിലിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിപ്പ് ലോക്ക് പോലെ ക്ലോസ് ചെയ്ത് വെക്കുക. അതുമൊരു വെൽക്രോ ടേപ്പ് ഉണ്ട്, അത് വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഒരു ബാഗ് പോലെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും അടുക്കളയിലായാലും ഒക്കെ ഇത് തൂക്കിയിടാൻ പറ്റും. കൈ നനവോട് കൂടി പെട്ടെന്ന് എടുക്കുമ്പോഴും ഫോണിന് കംപ്ലയിൻറ്റ്സ് വരില്ല. ഈ ഒരു പൗച്ചിൽ നിന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പൗച്ചിൽ ഇട്ടുകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ വെള്ളം ആവാതെ തന്നെ ഈ പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ആക്കാനായിട്ട് പറ്റും. ഫോണിൻ്റെ സിമ്മ് മാറ്റാനായിട്ട് ഇപ്പോഴത്തെ പുതിയ ഫോണുകൾക്ക് ചെറിയൊരു പിന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പിന്ന് പലപ്പോഴും നമുക്ക് മിസ്സായി പോവും, അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഒരു ആവശ്യം വന്നാൽ ഈ ഒരു പിന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല. ഇത് മറക്കാതെ നമ്മുടെ കയ്യിൽ തന്നെ കരുതാനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഫോണിൻ്റെ കവറിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു പിന്ന് പ്ലേസ് ചെയ്യുക. ഇത് പ്ലേസ് ചെയ്തിട്ട് ഈ കവറിൽ നമ്മുടെ ഫോൺ പ്ലേസ് ചെയ്യുക. നമുക്ക് എളുപ്പമായിട്ട് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ ഒരു പിന്ന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അത് എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു പിന്നിന് പകരം സേഫ്റ്റി പിന്നോ മുട്ടുസൂചിയോ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഫോൺ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. അടുത്തതായിട്ട് ബെഡ്ഷീറ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് വെച്ചാൽ, ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് ബെഡ്ഷീറ്റ്സ് മാറ്റാറുള്ളത്. ഞാൻ ഉപയോഗിക്കുന്ന കൂടുതൽ ബെഡ്ഷീറ്റും കോട്ടൺ മെറ്റീരിയലാണ്. പോളി കോട്ടൺ മെറ്റീരിയൽ ബെഡ്ഷീറ്റ്സും എനിക്കിഷ്ടമാണ്. പോളി കോട്ടൺ എന്ന് പറയുന്നത് പോളിസ്റ്റർ മിക്സിംഗ് ഉള്ള ബെഡ്ഷീറ്റാണ്, കോട്ടൺ പ്ലസ് പോളിസ്റ്റർ. അപ്പോൾ അതിൽ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോളിസ്റ്ററിൻ്റെ അളവ് കുറച്ച് കുറവുള്ളത് വാങ്ങുക, അല്ലെങ്കിൽ ആ ബെഡ്ഷീറ്റ് ചൂടെടുക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും പോളി കോട്ടൺ എനിക്കിഷ്ടമാണ്. കാരണം നല്ല രസമുള്ള ഡിസൈനുകളും അതുപോലെ ഒരുപാട് നാളത് ലാസ്റ്റ് ചെയ്യും, വിലയും കുറവാണ്. ഞാൻ ഉപയോഗിക്കുന്ന നല്ല കുറച്ച് കോട്ടൺ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ 3-4 വർഷമായി ഉപയോഗിക്കുന്ന നല്ല ബെഡ്ഷീറ്റിൻ്റെ. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എൻ്റെ വീഡിയോയിൽ പലപ്പോഴും ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്നതാണ് കുഷ്യൻ കവർ മാറ്റുന്നതും അങ്ങനെയൊക്കെ കേട്ടോ. ബെഡ്റൂമിലും ലിവിങ് ഏരിയയിലും ചെയറും ഒക്കെ നമുക്ക് കുഷ്യൻസ് വെച്ച് നല്ല അട്രാക്ഷൻ കൊടുക്കാൻ പറ്റും, ഡെക്കോർ പോലെ. അപ്പോൾ കുഷ്യൻസിൽ 3 അളവിലാണ് കുഷ്യൻസ് വരുന്നത്. 12 ഇഞ്ചിൻ്റെ ആണ് ഏറ്റവും ചെറിയ കുഷ്യന് വരുന്നത്, 12 ഇഞ്ചിൻ്റെ സ്ക്വയർ. കുഷ്യൻ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. 5 എണ്ണത്തിൻ്റെ പാക്കായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, അതാണ് നമ്മൾ വാങ്ങുന്നത് ലാഭം. പിന്നെ 16 ഇഞ്ചാണ് അടുത്ത സൈസ് വരുന്നത്. ഇത് 16 ഇഞ്ചിൻ്റെ കുഷ്യനാണ്. കവർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. ഈ പില്ലോസ് നമ്മൾ സെപ്പറേറ്റും കവർ സെപ്പറേറ്റുമാണ് വാങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കവറുകൾ നമ്മൾ അളവ് നോക്കി കൃത്യമായിട്ട് വാങ്ങണം. നമുക്ക് ബേസിക്കായിട്ട് ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് 16 ഇഞ്ചിൻ്റെ കുഷ്യനാണെങ്കിൽ നമുക്ക് ഒരുവിധം ബെഡ്റൂമിലായാലും സോഫയമൊക്കെ വെക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഫീൽ ചെയ്യണത്. തീരെ കൊച്ച് നമുക്ക് കുഴപ്പമില്ല, ബെഡ്റൂമിലേക്കൊക്കെ നമുക്ക് 1-2 എണ്ണമായിട്ടൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ വരുന്നത് 24 അളവിൻ്റെ കുഷ്യനാണ്. അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ടായിരിക്കും. അത്രയും വലിപ്പമുള്ള സോഫയമൊക്കെ ആയിരിക്കും അത് കുറച്ചും കൂടി ഭംഗിൻ്റെ ആയിരിക്കാം. ഇനി ഇതുപോലെയുള്ള ഡെക്കറേറ്റീവ് കുഷ്യൻസും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഈ ഒരു ഷേപ്പിൽ ഈ ഒരു കവർ മാത്രമേ നമുക്ക് ഇട്ടെടുക്കാൻ പറ്റുള്ളൂ. ഈ കവർ റിമൂവബിൾ ആണ്, നമുക്ക് ഊരി എടുത്ത് വാഷ് ചെയ്യാം. പക്ഷേ വേറെ കുഷ്യൻ കവറൊന്നും ഇതുമിക്ക് നമ്മൾ പിന്നെ വേണമെങ്കിൽ ടൈലർ ചെയ്യേണ്ടി വരും, അല്ലാതെ ഇതിന് കവർ മാറ്റാൻ പറ്റില്ല. പിന്നെ വരുന്നത് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള കുഷ്യൻസാണ്. ഇതുമ്മ സിബോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇതുപോലെ തന്നെയാണ്. നമ്മളിങ്ങനെ തന്നെ ഇത് വാഷ് ചെയ്യണം. കവർ റിമൂവബിൾ അല്ല. സൂക്ഷിച്ച് കഴുകിയാൽ മതി, നല്ല രീതിക്ക് അത് നമുക്ക് കഴുകാൻ പറ്റും. അതുപോലെ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് മാത്രമേ ഉള്ളൂ. കുഷ്യൻസ് നമ്മുടെ ലിവിങ് റൂമിൽ സോഫയമൊക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു അട്രാക്ഷനാണ്, റൂമിന് ഡെക്കോറാണ്. അതുപോലെ നമ്മൾ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കാനൊക്കെയാണ് നമ്മൾ കുഷ്യൻസ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു കുഷ്യൻ നമ്മൾ ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ കവറുകൾ മാറ്റി നമ്മൾ
ഉപയോഗിച്ചാൽ മതി. എളുപ്പത്തിൽ കുഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള തലയണ വെച്ചിട്ട് തന്നെ അതിലെ പഞ്ഞികൾ ഉപയോഗിച്ച് ഇതുപോലെ കുഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് എൻ്റെ റൂമിൽ ഞാൻ കോസ്മെറ്റിക് ഐറ്റംസൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഓർഗനൈസറിലാണ്. അപ്പോൾ ഇത് നമ്മൾ മാസത്തിലൊരിക്കൽ എല്ലാം എടുത്ത് ഒന്ന് പുറത്ത് കൊണ്ടുപോയി വാഷ് ചെയ്തിട്ട് വെക്കുമ്പോൾ അതെപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കും. പ്ലാസ്റ്റിക് മെറ്റീരിയൽ കുറേ കഴിയുമ്പോൾ പൊടിയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഒരു പഴക്കം ചെന്ന പോലെയാവും. അപ്പോൾ നമ്മൾ നന്നായി സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി അതൊന്ന് വെയിലത്ത് വെച്ച് പെട്ടെന്ന് ഉണക്കിയെടുത്തിട്ട് ഉപയോഗിക്കാം. പിന്നെ എന്തെങ്കിലും കറകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് റിമൂവറോ ഇല്ലെങ്കിൽ പെയിൻറ്റ് അടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തിന്നറോ നമുക്ക് ഉപയോഗിക്കാം. അത് ചെറിയൊരു ടിഷ്യൂവിലോ തുണിയിലോ ആക്കിയിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു തിളക്കം പഴയ പോലെ തന്നെ നിൽക്കും. ഇനി ഈ ഒരു ഓർഗനൈസർ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്ന മോഡലൊരു ഓർഗനൈസറാണ്. നമുക്ക് കോസ്മെറ്റിക് ഐറ്റംസ് ഇഷ്ടംപോലെ ഐറ്റംസ് ഇതിൽ തന്നെ വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ ഒരു തട്ടുകൾ അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കിത് എടുത്ത് മാറ്റി ബോട്ടിൽസിൻ്റെ ഹൈറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് വെക്കാം. ഞാൻ വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോസ്മെറ്റിക് ഓർഗനൈസറാണിത്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പേസ് സേവിങ് ആണ്. ഒരുപാട് ഐറ്റംസ് നമുക്കിതുമേ ഒതുക്കി വെക്കാനായിട്ടും പറ്റും. അപ്പം ഞാൻ ഈ കാണുന്ന രീതിയിലെല്ലാം ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ എൻ്റെ ജ്വല്ലറി ഐറ്റംസ് എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യാനായിട്ട് പോവാണ്. ഓൾറെഡി ഞാൻ ഒതുക്കി വെച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് ആകെ അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ഓർഗനൈസറിലാണ് ഞാൻ എൻ്റെ നെക്ലസ്സുകളും അങ്ങനത്തെ ഇമിറ്റേഷൻ ജ്വല്ലറിയൊക്കെ വെക്കുന്നത്. കൂടുതലും മാലയും അതിൻ്റെ ഇയറിങ്സ് ആയിട്ടുള്ള സെറ്റുകളാണ് ഞാനിതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റോൺസ് ഉള്ള ക്ലിപ്പുകൾ അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ഒരു ഓർഗനൈസറിലാണ് വെച്ചിരിക്കുന്നത്. ഞാനിത് ഇവിടെയുള്ളൊരു കോസ്മെറ്റിക് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്, ജ്വല്ലറി ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. പക്ഷേ ഇത് ഓൺലൈനിലൊക്കെ എളുപ്പത്തിൽ വാങ്ങാൻ കിട്ടും. ഇതുപോലെയുള്ള കുറേ മോഡൽ വരുന്നുണ്ട്. ബാംഗിൾസ് വെക്കുന്നത്, ഇയറിങ്സ് വെക്കുന്നത്, ഇങ്ങനത്തെ ഒക്കെ കുറേ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 8 പൗച്ചാണ് വരുന്നത്. ഇങ്ങനത്തെ 8 പൗച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പൗച്ചാണ്. നമുക്കിതിൽ എന്താ വെച്ചിരിക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാം. സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാറ്റിൻ മെറ്റീരിയലാണ്. ഉള്ളിൽ സ്പോഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ കളർ പോവാതെ നല്ല വൃത്തിയായിട്ട് കല്ലുകളൊന്നും പോവാതെ ഇരിക്കും. 8 പൗച്ചും പിന്നെ ഇവിടെ ഈ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തും 2 പൗച്ചസ് ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ കുറേ പോക്കറ്റ് പോലെയും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് മാലകളൊക്കെ ഇതിലിങ്ങനെ വെക്കും. ഇയറിങ്സ് മാത്രം ചെറിയ പാക്കറ്റിലാക്കിയിട്ട് സെപ്പറേറ്റ് വെക്കും. മാലയെല്ലാം തന്നെ ഒറ്റയടിക്ക് ഇതുപോലെയാണ് വെക്കുന്നത്. എനിക്ക് എപ്പോഴും എന്ത് ഓർഗനൈസ് ചെയ്യുമ്പോഴും എളുപ്പത്തിൽ തിരിച്ച് വെക്കാൻ പറ്റണം. കുറേ ബോക്സും കുറേ സെറ്റിംഗ് ആയിട്ടൊന്നും വെക്കാൻ എനിക്ക് പൊതുവെ മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന കുറച്ച് ഓർഗനൈസേഴ്സിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് ഈ കാണുന്ന രീതിയിൽ തന്നെ നേരെ കൊണ്ട് അവിടെ വെക്കും. അപ്പോൾ മാലകളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് സെറ്റായിട്ട് ഇരിക്കും. അടുത്തതായിട്ട് കമ്മലൊക്കെ ഞാൻ എൻ്റെ ഒതുക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഡിവൈഡർ ബോക്സുകളിലാണ്. അപ്പോൾ ഇത് കുഞ്ഞു സ്ലോട്ട് ഉണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ സ്ലോട്ടുകളുടെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ഇങ്ങനത്തെ ഓർഗനൈസർ ബോക്സും നമുക്ക് വേറെ എന്ത് പർപ്പസിനും ഉപയോഗിക്കാം കേട്ടോ. ഈ കമ്മൽ വയ്ക്കാൻ മാത്രമല്ല എന്ത് കാര്യങ്ങളും ഒതുക്കാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഞാനപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ ഇയറിങ്സും പല കാറ്റഗറി ആക്കിയിട്ട്, ഇപ്പോൾ ജിമിക്കി കമ്മലുണ്ടായിരിക്കും, സ്റ്റോണുള്ള കമ്മലുണ്ടാവും, ഹാങ്ങിങ്സ് ഉണ്ട്, അതെല്ലാം സെപ്പറേറ്റ് ആക്കിയാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആകാലങ്കോലായിട്ടിരിക്കുകയായിരുന്നു. ഞാനത് ഫുള്ളായിട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും ഷെൽഫൊക്കെ തുറന്ന് കോസ്മെറ്റിക്കും ജ്വല്ലറി ഐറ്റംസും ഒക്കെ നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് എപ്പോഴും ഈസി ആയിരിക്കും. കുറേ നാൾ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇത് ഒതുക്കാൻ ചെല്ലുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാസത്തിലൊരിക്കൽ സമയമെടുത്ത് ഇതെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഉച്ച വരെയുള്ള എൻ്റെ ഈ ജോലികളെല്ലാം തന്നെ കഴിഞ്ഞു. ഇനി ഇത്തിരി നേരം ഞാൻ ബുക്ക് വായിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ബുക്ക് വായിക്കുന്നത് സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്കാണ്. നമ്മുടെ ലൈഫിൽ മസ്റ്റായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് കേട്ടോ ഈ ഒരു ബുക്ക്. സീക്രട്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്ര വലിയ സീക്രട്ട് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന കുറേ സീക്രട്ടുകൾ ഈ ബുക്കിൽ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും അവർ പറഞ്ഞിരിക്കുന്ന ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതാണ്. അതായത് നമ്മുടെ മൈൻഡിൽ നമ്മൾ കൊണ്ടുവരുന്ന ചിന്തകളാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന പല സംഭവങ്ങൾ എന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. അത് ആലോചിച്ച് നോക്കുമ്പോൾ ശരിയായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നതും ആ രീതിയിലായിരിക്കും. നമ്മുടെ ലൈഫിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റ് എന്ന പോലെ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ നമ്മൾ അട്രാക്റ്റ് ചെയ്യും. അത് തന്നെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മൈൻഡ് സെറ്റ് ടോട്ടലി മാറ്റുക എന്നുള്ളതാണ്. ഈ ബുക്ക് കൂടുതൽ വായിച്ചാൽ നിങ്ങൾക്ക് കുറേ പുതിയ കാര്യങ്ങൾ ഇതിൽ നിന്നും അറിയാനായിട്ട് പറ്റും. ഈ ബുക്ക് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഞാൻ ബുക്സൊക്കെ ആമസോണിൽ നിന്നാണ് വാങ്ങാറുള്ളത്.
അങ്ങനെ ബുക്ക് അല്പം നേരം വായിച്ച ശേഷം ഞാൻ അടുക്കളയിലോട്ട് വന്നു. ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കുറച്ച് പണികളുണ്ട്, അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ലഞ്ച് കഴിക്കണം. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഇന്നത്തെ വലിയൊരു ജോലി എൻ്റെ ആയിരുന്നത് അടുക്കളയിലുള്ള പാൻട്രി ഏരിയ ഒന്ന് ഓർഗനൈസ് ചെയ്യണം. പാൻട്രി ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പലചരക്ക് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഏരിയ. ആദ്യം ഞാൻ ചെയ്യുന്നത് ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ്. അടുത്ത ദിവസം എനിക്ക് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടും ഐറ്റംസൊക്കെ നോക്കി ആവശ്യമുള്ളതൊക്കെ ലിസ്റ്റ് എഴുതി വെക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ സ്റ്റോക്ക് ഐറ്റംസ് വെച്ചിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഒരെണ്ണം എക്സ്ട്രാ സ്റ്റോക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. പരിപ്പിന് ഒരു പരിപ്പും കൂടി എക്സ്ട്രാ മേടിച്ച് വെച്ചിട്ട് അങ്ങനെ കേട്ടോ. നമുക്ക് ടോട്ടൽ 1 കിലോയ്ക്കാണ് ഒരു മാസത്തേക്ക് മാക്സിമം ആവശ്യം വരിക. ഞാൻ ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് പാൻട്രി ഏരിയ ഫുള്ളായിട്ടും ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോവാണ്. മാസത്തിലൊരിക്കൽ ഇങ്ങനെ എല്ലാ ഐറ്റംസും പുറത്തോട്ട് എടുത്ത് ഷെൽഫെല്ലാം തന്നെ തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഈസി ആയിരിക്കും. എന്തൊക്കെ ഷെൽഫിൽ ഉണ്ട്, ഡേറ്റ് കഴിഞ്ഞ ഐറ്റംസ് ഇരിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് മാസത്തിലൊരിക്കൽ ഇതുപോലെ പാൻട്രി വൃത്തിയാക്കുമ്പോൾ നമ്മളത് സഹായിക്കുന്നുണ്ട്. പാൻട്രിയിലുള്ള ജാറുകളും കാര്യങ്ങളും നമ്മളിപ്പോൾ ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഓരോന്നും ഫുള്ളായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ റീഫിൽ ചെയ്യുക. അതിന് ചെയ്യുന്നതിന് മുൻപ് നമ്മളത് വാഷ് ചെയ്ത് വൃത്തിയാക്കിയ ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം റീഫിൽ ചെയ്യുക. അതാവുമ്പോൾ നമുക്കത് എളുപ്പമായിരിക്കും. അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല. ഓരോ തവണയും കാലിയാവുന്നതനുസരിച്ച് അത് വാഷ് ചെയ്ത് വെക്കുക. ബോട്ടിൽസ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അടുത്തായിട്ട് ലേബലിംഗ് ചെയ്യാന്നുള്ളതാണ്. ജാറുകൾ നമ്മൾ ഇപ്പോൾ 2 ടൈപ്പ് ജാറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 2 ടൈപ്പ് ലേബിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ഇതുപോലത്തെ ബ്ലാക്ക് ലേബിൾസും ഒന്ന് ഇങ്ങനത്തെ വൈറ്റ് ലേബിളിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ അതുമ്മേ പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് എന്താണുള്ള ഐറ്റം എന്ന് എഴുതി വെച്ചാൽ മതി. ബ്ലാക്ക് കളർ ലേബിളിൽ നമ്മൾ ചോക്ക് ഉപയോഗിച്ചിട്ട് എഴുതാനാണ് വെക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ബോട്ടിൽസ് നമ്മൾ താൽക്കാലമായിട്ട് മേടിച്ചിട്ടുള്ള ഐറ്റമാണ് അങ്ങനെ വെക്കുന്നതാണെങ്കിൽ ചോക്ക് ഉപയോഗിച്ച് എഴുതിയിട്ട് നമുക്കത് മാച്ചിട്ട് യൂസ് ചെയ്യാനായിട്ടും പറ്റും. ചിലർക്ക് തോന്നും ഇത് കണ്ടറിഞ്ഞൂടെ എന്താ ഐറ്റം എന്ന്. പക്ഷേ കുക്കിംഗ് അറിയാത്തവർക്കോ അല്ലെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് വന്ന് എന്തെങ്കിലും മക്കൾക്ക് അതിൽ എടുക്കണം എന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഓരോ ബോട്ടിൽ കാലിയായി കഴിയുമ്പോൾ ഇത് ഏതിൻ്റെ ബോട്ടിലാണെന്ന് മനസ്സിലാക്കാനോ ഒക്കെ ലേബിൾ ചെയ്യുന്നത് ഹെൽപ്ഫുള്ളായിരിക്കും. ഞാനിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ വെക്കുമ്പോൾ ഐറ്റംസ് വെക്കുമ്പോൾ എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിൻ്റെ പീസ് വെച്ചിട്ട് ഈ അടപ്പ് വെച്ചിട്ട് സീൽ ചെയ്യാണ് ചെയ്യുന്നത്. ഈ സ്ക്വയർ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എങ്ങനെയുണ്ടെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. എനിക്കിത് വലിയായിട്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം അത് എയർ ടൈറ്റ് അല്ല. ഈ ഗ്ലാസ് ജാറുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഉഴുന്നൊക്കെ ഞാൻ ഇപ്പോൾ എഴുതി വെച്ചിട്ടില്ലേ, ആ ജാറാണ് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി, ഗ്ലാസ് ആണെന്ന് മാത്രം. പ്ലാസ്റ്റിക്കിൻ്റെ ഈ ജാറിൻ്റെ കുഴപ്പം ഇതിൻ്റെ മൂടിക കുറച്ച് കഴിയുമ്പോൾ എയർ ടൈറ്റ് അല്ലാതെ ആവാണ്. അപ്പോൾ എയർ കയറണു, ഐറ്റംസ് കേട് വരുന്നു പോകണു. അപ്പോൾ അതിന് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നൊരു പരിഹാരമാണ് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇടയിൽ വെച്ചിട്ട് അടപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. അപ്പം നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഞാൻ എല്ലാ ബോട്ടിൽസും ലേബിൾ എഴുതി ഒക്കെ ഒട്ടിക്കുകയാണ്. ഇനി നമുക്ക് ഷെൽഫുകളിൽ ഇതെല്ലാം തന്നെ അറേഞ്ച് ചെയ്യാം. വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലൊക്കെ പാക്കറ്റിൽ മേടിക്കുന്നുണ്ട്. അത് പൊട്ടിപ്പോവാതൊക്കെ ഇരിക്കാനും കെയർ ചെയ്യാൻ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഞാൻ സാധാരണ കിലോന് ഇങ്ങനെ ബോട്ടിലാക്കിയിട്ട് ഹോൾസെയിലിൽ നിന്നാണ് വാങ്ങാറുള്ളത്. സ്നാക്സ് എല്ലാം തന്നെ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന ഭാഗത്തായിട്ട് പരിപ്പ്, കടല എന്നിങ്ങനെയുള്ള ഐറ്റംസൊക്കെ ബോട്ടിൽസിൽ വെക്കുകയാണ്. എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പിന്നിലിരിക്കുന്ന ഐറ്റംസ് പെട്ടെന്ന് കാണാനും അത് വായിക്കാനും നമുക്ക് എളുപ്പമാണ്. കുക്കിംഗ് അറിയാത്തവർക്കോ പ്രായമായവർക്കൊക്കെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവർക്ക് കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എഴുതി വെച്ചാൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ഐറ്റംസും കാറ്റഗറി തിരിച്ചിട്ടാണ് ഒതുക്കിയിരിക്കുന്നത്. പൊടികളെല്ലാം തന്നെ മുകളിൽ വെച്ചിരിക്കുന്നു. ബിരിയാണി ഏരിയ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ താഴ്ഭാഗത്ത് വെച്ചിരിക്കുന്നത്. ഓർഗനൈസ് ചെയ്യുന്ന രീതി എപ്പോഴും ഒരുപോലെ വെക്കുന്നതാണ് വീട്ടിലുള്ള എല്ലാവർക്കും ഈസി. അതാവുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല. നമ്മളെല്ലാം തന്നെ ഒതുക്കി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് നമ്മുടെ പാൻട്രി വന്നിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ബോട്ടിലിൽ വെക്കേണ്ട ആവശ്യമില്ലാത്തതുണ്ടാവും. ചിലത് പാക്കറ്റിൽ തന്നെ നമ്മൾ വെക്കുന്നതുണ്ട്. പാക്കറ്റിൽ വെക്കുമ്പോൾ അത് നല്ല സീൽഡ് ആയിട്ടിരിക്കാൻ ഇതുപോലെയുള്ള ക്ലിപ്പുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. പല അളവിൽ ഇത് കിട്ടുന്നുണ്ട്. ചിലതൊക്കെ നമ്മളിങ്ങനെ പാക്കറ്റ് പൊടികളൊക്കെ വാങ്ങുന്നത് ഡബ്ബയിലാക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സീൽ ചെയ്ത് വെക്കാം. സ്നാക്സ് ആയാലും ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ സീൽ ചെയ്യാം. ചില ഐറ്റംസൊക്കെ ബോട്ടിലിൽ ഫുള്ളായിട്ടും കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ സീൽ ചെയ്ത് വെക്കാൻ പറ്റും. ഈ മോഡൽ തന്നെ വാങ്ങാം. ഇതാണ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും നല്ല ക്വാളിറ്റി ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തത് ഈ മോഡൽ കേട്ടോ. 3 അളവിൽ വരുന്നത്, ഏറ്റവും വലിയ സൈസും മീഡിയവും പിന്നെ ഏറ്റവും സ്മോൾ സൈസും. പാക്കറ്റുകൾ വലുപ്പമനുസരിച്ച് നമ്മൾ ആവശ്യമുള്ള ക്ലിപ്പുകൾ സെലക്ട് ചെയ്യാം.
ഇതെല്ലാം തന്നെ സ്റ്റോക്ക് ഐറ്റംസിൽ ഞാനിവിടെയാണ് താഴ്ഭാഗത്താണ് വെച്ചിരിക്കുന്നത്, എക്സ്ട്രാ വരുന്നതും ബാലൻസ് വരുന്നതൊക്കെ. നമ്മൾ ഉപയോഗിക്കുന്ന ക്ലീനിങ് ഐറ്റംസ് അതാത് സ്ഥലത്ത് ഉപയോഗിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുക. സിങ്കിൻ്റെ അടുത്ത് സിങ്ക് ക്ലീൻ ചെയ്യുന്ന ബ്രഷും കൗണ്ടർ ടോപ്പ് വൈപ്പ് ചെയ്യുന്ന ആ ഒരു വൈപ്പറും ഇങ്ങനെ ഒരു കമാൻഡ് ഹുക്കിൽ ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഈസി ആയിരിക്കും. സോപ്പ് വെക്കുന്ന ഇതുപോലൊരു ട്രേ നമ്മൾ വാളിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ സ്ക്രബ്ബേഴ്സൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഈ ഒരു സ്ക്രബ്ബർ സ്റ്റീൽ സ്ക്രബ്ബറിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ റെഡ് കളർ സ്ക്രബ്ബർ നല്ല ഹാർഡാണ്. നല്ല ഇതുപോലത്തെ സ്റ്റീൽ പാത്രങ്ങൾ, ചീനച്ചട്ടിയൊക്കെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കാം. ഡിഷ് വാഷ് സോപ്പ് ഞാൻ ഇതുപോലത്തെ ലിക്വിഡാണ് മേടിക്കാറുള്ളത്. അതിന് അവർ തരുന്ന ബോട്ടിൽ ഈ മോഡലായിരിക്കും. എനിക്ക് അതിനെക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടം പമ്പിങ് ബോട്ടിലാണ്. ഇതിനായിട്ട് ഒന്നെങ്കിൽ ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിലോ ബോഡി ലോഷനൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോട്ടിൽ കാലിയാക്കിയിട്ട് അതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനത്തെ ക്ലിയർ ആയിട്ടുള്ള ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സോപ്പ് എടുക്കാനായാലും ഒക്കെ നല്ല ഈസിയാണ്, എളുപ്പത്തിൽ ഇത് ഉപയോഗിക്കാം. മറുവശത്തായിട്ട് കൗണ്ടർ ടോപ്പ് ഏരിയയുടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഒരു ഹുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സാധാരണ സ്പൂണും അങ്ങനത്തെ ഒക്കെ ഹാങ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ അതിന് പകരമായിട്ട് ക്ലീനിങ്ങിന് വേണ്ടിയുള്ള കുഞ്ഞു കുഞ്ഞു കുറച്ച് ടൂൾസാണ്, സ്റ്റൗ ക്ലീൻ ചെയ്യാനുള്ള ടൂൾസും അതുപോലെ സിസേഴ്സ്, അങ്ങനെ അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. തൊട്ട് താഴെ ഇങ്ങനെ ഒരു ഓർഗനൈസർ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ കൗണ്ടർ ടോപ്പ് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്യാനുള്ള സൊല്യൂഷനും സ്റ്റൗ ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷനും വെച്ചിട്ടുണ്ട്. വൈപ്പ് ചെയ്യാനുള്ള കുറച്ച് തുണികളും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ടൈമറും കൂടി വെച്ചിട്ടുണ്ട്. കുക്കിംഗ് സമയത്ത് സമയം വേസ്റ്റ് ആക്കാതെ കൃത്യം ടൈം നോക്കാനായിട്ട് ടൈമർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ നമുക്ക് പല സമയത്തും ക്ലീനിങ്ങിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സും കാര്യങ്ങളും ഹാക്സൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ടിപ്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇതിൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.